ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഗൈസ് ഈ മയത്തോടെ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മയക്ക് നമ്മളോട് എന്തോ വലിയ ശത്രുത ഉണ്ട്. കാരണം ഇന്നത്തെ ദിവസമാണ് നമ്മൾ വ്ളോഗ് എടുക്കാൻ വിചാരിച്ചത്. ആ ദിവസം തന്നെ കണ്ടില്ലേ മഴ പെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഗൈസ് നമ്മളെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരക്കാർക്ക് അറിയില്ല, നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മൂടി പോച്ച് കടന്നുറങ്ങുന്നുണ്ടാവുന്നത്. പിന്നെ ഗൈസ് ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോൾ വ്ളോഗ് ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ചൻ്റെ അടുത്താവാനായി. അതിന് കാരണം എന്താണെന്ന് നമ്മൾ പറയണില്ല. കാരണം ഞാനും അതിനും കുറച്ചായിട്ട് ഗൈസ് അതായത് കുറച്ച് മണ്ടിപ്പാച്ചിലൂടെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്ളോഗ് കാണുന്നതാണ് നമ്മളെ ആ ഒരിത് പോകും. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇമ്മാൻ്റെയും ഇമ്മമാൻ്റെയും മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഞാൻ കമൻറ്റ് കാണായി അല്ല വണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്, നമ്മളെ പെരൻ്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ ഓക്കെയാണ്. ഈ പറയുന്ന വണ്ടിൻ്റെ കാര്യം ഓക്കെയാണ്, അതേപോലെ തന്നെ നമ്മളെ വീടിൻ്റെ കാര്യം ഏകദേശമൊക്കെ ഓക്കെയാണ്. പക്ഷേ എങ്കിൽ മൂന്നാമത്തെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിലാണ് ഗൈസ് നമ്മളൊരു എക്കച്ചക്കയിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതായത് നമ്മളെ എല്ലാ കാര്യങ്ങളും സക്സസ് ആവണമെന്നില്ലല്ലോ. അപ്പം 3 കാര്യത്തിൽ 2 കാര്യം ഓക്കെയാണ്, ബാക്കി ഒരു കാര്യം ഗൈസ് എന്താ പറയുക ഒരു ഇതിലിങ്ങനെ നിൽക്കണേ. അതായത് പൊട്ടിപ്പോയി എന്നല്ല പറയണത്, പക്ഷേ എങ്കിൽ ഒരു എക്കച്ചക്കയിലാണ് നിൽക്കണത്. അപ്പോൾ എല്ലാം ഇപ്പം നടന്നോണമെന്നില്ലല്ലോ അല്ലേ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമുള്ളത്? പക്ഷേ അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മൾക്ക് കഴിച്ചിലാവാനാണ് നമ്മൾ നോക്കുക, അത് പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗൈസ് 2 മാസമായിട്ട് നമ്മൾ ഈ പെരീക്ക് വന്നിട്ട്, അതായത് വാടക പെരീക്ക് വന്നിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നമ്മളിപ്പോൾ വ്ളോഗ് ഇട്ടിട്ട് ഒരു മാസത്തിൽ ഗൈസ് ഒരു 6, 7, 8 വ്ളോഗ് എടുക്കലുള്ളൂ. നമ്മൾ തറവാട്ടിൽ നിന്ന ടൈം ഇഷ്ടംപോലെ വ്ളോഗ് ഉണ്ടാവും. ഒരു ദിവസം തന്നെ 2 വ്ളോഗ് ഉണ്ടാവും, 3 വ്ളോഗ് ഉണ്ടാവും, അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എത്തിയ ടൈം കൊണ്ട് ഗൈസ് ഇതാണ് നമ്മൾ റോട്ടുമ്പക്കം വരുന്നത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ നേരത്തായാലും നമ്മൾ ഡിസ്റ്റർബല്ല പറയണത്. അതായത് ഈ ഒരു റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വരവും, അതേപോലെ തന്നെ ഈ വണ്ടികളെ ഒച്ചയും വിളിയും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ടാറ സാധനം ഉണ്ട് ഗൈസ് ഇവിടെ, ഒരു ചീവീട് പറഞ്ഞ ജന്തു. ആ ജന്തു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്തെ നമ്മളെ തൊള്ളിയിൽ കടന്നു വന്ന് ഒച്ചയും വിളി ഉണ്ടാക്കും. ആ ഒച്ച കേട്ടാൽ തന്നെ നമുക്ക് പിരാന്ത് വരും. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഇവിടെ ഒരു 3 മാസം പാടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണേ നമ്മൾ തറവാട്ടിക്ക് പോകാനാണ് വിചാരിക്കണത്. തറവാട്ടിക്ക് ഇങ്ങനെ കയറി ചെല്ലാൻ പറ്റൂല, കാരണം അവിടുത്തെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണേ അല്ലേ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വ്ളോഗ് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലേ. ഗൈസ് നമ്മളെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിന്ന് തറവാട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു കാര്യം ഇമ്മാക്കും ഉമ്മമാക്കും അറിയില്ല. നമുക്ക് ഇമ്മാക്കും ഉമ്മമാരോടും ഒന്ന് പറഞ്ഞു നോക്കാം, എന്താകും എന്നറിയില്ല. ചിലപ്പോൾ വല്ല ചീത്ത അറിയിക്കാതെ ഈ മഴയത്ത് മറിച്ച് ഞാൻ ഇന്ന് മഴയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇന്നത്തെ ദിവസമാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചത്. എനിക്ക് എന്താണ് പറയാനുള്ളത്? എന്താ പറയുക, നല്ല തീരുമാനമാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ദിവസമായി. അവിടെ ഒന്ന് പോകും വേണം. ചീവീട് തുടങ്ങി, പ്രസംഗം തുടങ്ങിയോണ്ട് കേട്ടോ, കേൾക്കണുണ്ടോ? ഇവനെ കൊണ്ടാണ് നമ്മൾ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റീൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും വ്ളോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവൻ്റെ കാരണം. ഒന്നെങ്കിൽ മഴ, അല്ലാന്നുണ്ടെങ്കിൽ ചീവീട്, എന്തായാലും ഒന്നും ഉണ്ടാവും, മസ്റ്റാണത്. പിന്നെ ആക്കണം അടുത്തത് ഓട്ടോറിക്ഷ, വണ്ടികൾ. മെയിനായിട്ടുള്ള 3 കാര്യങ്ങളാണിത്. അതൊക്കെയാണ് നമ്മളെ മെയിൻ അല്ല വ്ളോഗിന് കോട്ടം പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും മനോടും അമ്മയോട് ചോദിച്ചു നോക്കില്ലേ. ബാ നടക്ക് ജി ചെല്ലു, ഞാൻ തരുമല്ലേ ചിലപ്പോൾ. എങ്ങനെ പറയില്ലേ ഗൈസ്, നമുക്ക് ഓരോരുത്തർ നമ്മൾ ചോദിച്ചു എവിടെയാണാവോ, കടന്നുറങ്ങാനാവോ. കാരണം ഉച്ച ടൈമായി കേട്ടോ, നല്ല ടൈമാണ് ഗൈസ്. ഉമ്മ ഉറങ്ങാന്ന് തട്ടുണ്ടോക്കട്ടെ, തട്ടിടെ കിടക്കണേ. അങ്ങോട്ട് വിളിച്ചണോ? ഗൈസ് ഇങ്ങനെ കാണുമ്പോൾ ആളെന്ത് പാവാണ് നോക്കിയാൽ. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലിരുന്നാണ് കടന്നുറങ്ങണ വല്യമ്മ. നല്ല മഴ ഇപ്പം നല്ല ഉറക്കാണി. അപ്പോൾ സൂയിപ്പാകും ഉമ്മടക്കട്ടെ. സലാമലൈക്കും. സുഖല്ലേ? എന്താണ് സുഖല്ലേ? നേരം കൈ നേരം ഉച്ചര ഉച്ചമുക്കാല് കൈ. എന്താർത്താനോ അറിയില്ല. ഇച്ചറിയില്ലേ?
എന്ത് എന്ത് ആരാ പേരെന്താ പേരോ ആ. അറിയില്ല എൻ്റെ പേര് അറിയില്ലേ എന്താണ് നിങ്ങൾ പറയുന്നത്? ഉറക്കത്തിന് കിക്കിലാണ് കൈസ്. ആന്നല്ല മമ്മ നിർത്താനോ സുഖല്ലേ? നമ്മള് ഞാൻ ഇവിടെ കണ്ണൊന്ന് കണ്ണുപോലെടാ. ആണോ? മഴ ചെയ്തോ? മഴയൊക്കെ പെയ്തു, നല്ലൊരു മഴ പെയ്തു. ആ തണുപ്പോണ്ടാണ് ഉറങ്ങി വന്നത്. നേരം എന്താ ഏകദേശം ഒരു 1 സംതിങ് എത്ര ടൈമായി. നീച്ചിട്ടില്ലേ? വാ പുറത്തേക്ക് കയറി. ഞാനവിടെ അങ്ങനെ കണ്ണു നൈ വെളിച്ചത്തേക്ക് നിന്നോളി. ഇവിടെ നിന്നാണി. ഞാനേ ഇവിടെ അവിടെ ഇങ്ങനെ കണ്ടു. ആ പിന്നെ എന്താവോ ഉറങ്ങി എന്താവോ മുട്ടി ഉമ്മ എന്ത് ഉമ്മനറിയില്ല. ഉമ്മ കടന്നുറങ്ങി എന്താ അറിയില്ല. എന്താ വർത്താനം സുഖല്ലേ? സുഖമൊക്കെ തന്നെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. നമുക്ക് മഴ കൊണ്ട് ഉമ്മാനും വിളിച്ചല്ലേ. ഉമ്മാക്ക് എന്താ അണങ്ങിട്ടേ ഉറങ്ങി നല്ല ഉറക്കം ഉറങ്ങിയിരിക്കുന്നു. എനിക്ക് ഉമ്മാക്ക് എന്താ പരിപാടിയാണ്? പൂച്ചനെയും കെട്ടിപ്പിടിച്ചേ കിടക്കുള്ളൂ. ചത്താലും ചമഞ്ഞ് കിടക്കണം പറഞ്ഞ ആയിക്കാണ് കാര്യങ്ങൾ. വാ വരി, ബ്ലോഗ് എടുക്കണ്ടേ നമുക്ക്? വാ വരി, പറഞ്ഞുതരാം. കമോൺ വരി വരി വരി. വാ വരി വരി. നീച്ച് പുറത്തേക്ക് വരി. മമ്മ കുറെ ആൾക്കാരും മമ്മനോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്തൊക്കെ അറിയണമല്ലോ. അതായത് എന്താണ് നമ്മൾ ഇത്രയും കാലമായിട്ട് വീഡിയോ ഇടാത്തെ? വീഡിയോ ഇടാത്ത എന്ന് പറഞ്ഞാൽ എന്താ കണ്ടന്റ് എന്തെങ്കിലും ഒന്ന് ഇടാൻ വേണ്ടേ? എന്നിട്ട് അവിടെ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ ഇടാം. ഇതിപ്പോ ചേച്ചിയാണത്. കൊരങ്ങന്മാരോ ആണോ ഗൈസ്? കൊരങ്ങന്മാര് തോട്ടത്തിൽ വന്നിരിക്കണെന്ന് പറഞ്ഞ തേങ്ങയാണോ? ആണോ? ഓ അതൊക്കെ എറിയണോക്കിയ ഗൈസ്. കൊരങ്ങന്മാര് വന്നിട്ട് നോക്കിയാ ഇവിടുന്ന് കറക്റ്റ് കാണാം കൊരങ്ങനെ. 1 2 3 4 കേട്ടോ. കേറി വരാ തറവാട് സ്വത്ത് വായിക്കാണ്. കേറി വരാ എടുത്തെറിയാ അല്ലേ? അതാണ് ഇവരാണ് നമ്മളെ അകല അയലൊക്കെക്കാര്. പിന്നെല്ലൊക്കെ കുറച്ച് അപ്പുറത്താണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മള് എന്താ പരിപാടി എന്താ അറിയോ? ഇവിടെ നമുക്ക് ഒരു എന്താ ബ്ലോഗ് എന്താ പറഞ്ഞു കൊടുക്കുക? എന്താ കാര്യം പറഞ്ഞു കൊടുക്കുക? ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അനുവിനല്ല, ആൾക്കാർക്ക് എന്താണ് ഒന്നും മുണ്ടാനും പറയാനൊന്നും ആളില്ല. നമ്മളെ അവിടെ ആകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ മുണ്ടും പറയും ഒക്കെയാണ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഈ വണ്ടി ഇങ്ങനെ തരവര പോകും. നിങ്ങൾ രണ്ടാളും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒറ്റക്കായി. മുണ്ടാനും ഇല്ല പറയാനും ഇല്ല. അങ്ങനെ ആകെ ഈ കിരികിരി കേട്ടോ. അതിൻ്റെ ഒച്ച കേട്ടോ. കിരികിരി ചൂട് പൊട്ട് ഞാൻ ഇങ്ങനെ വരല് വെക്കല ഇങ്ങനെ ഇതിന്റെ ഒച്ച കൊണ്ട് ചീവിടാണ് കേസ്. ചീവിടുണ്ടായില്ല അല്ലേ? ഇത് ചെവിന്റെ ഉള്ളിലാണ് കയറും. എന്താ അതിനെ പറ്റി പറയാനുള്ളത്? ഒന്നും പറയല്ല. ഞാൻ വാതിലടച്ച റൂമിലിരിക്കും. നടക്കും മറ്റേ ഫാൻ്റെ സൗണ്ട് കൊണ്ട് പിന്നെ വേറെ ഒന്നും കേൾക്കും. അതായത് നമ്മളെ ഷീറ്റിന്റെ മുകളിൽ വെള്ളം കൊഞ്ഞില്ലേ ആ സൗണ്ട് ആണ്. ഞാനേ നാളെ അവിടെ പോയി നോക്കി ഒച്ച ഇട്ടിട്ട് ഫാൻ്റെ എന്താ ഇവിടുന്ന് അപ്പൊ ഈ ഒച്ചേക്കണ അവിടെ നോക്കുമ്പോ അല്ല ഇവിടെ നോക്കുമ്പോ ഔത്തുന്നാണ്. ഞാൻ കരുതിയതറിയാം മറ്റേ ഇഞ്ചൻ വണ്ടി മറ്റേ റോഡ് കൂടെ ഇങ്ങനെയല്ലേ അതേ മൈക്കാണ് ഫാൻ്റെ സൗണ്ട്. ഉറങ്ങാനാണ് ഫാൻ. എന്റെ ഉണരാനാണ് അടിയുള്ള ഫാനാണ് മമ്മ. അപ്പൊ അതൊക്കെയാണ് മമ്മാന്റെ ബുദ്ധിമുട്ട്. അതൊക്കെ തന്നെ നമുക്ക് നല്ലൊരു കാര്യം ചെയ്താലോ? നമുക്ക് നമ്മളെ തറവാട്ട് പോയാണ് നിന്നാലോ? എന്താ മമ്മാന്റെ അഭിപ്രായം? പോവുകയാണ്. വലിയ സന്തോഷമുണ്ട്. പിന്നെ എന്താ വെച്ചാല് നമ്മൾ പോന്നിട്ട് കൊറേ ആയില്ലേ, ഒരുപാട് ദിവസമായി പോയത്. ഇവിടെ ഒരു പ്രത്യേകത എന്താ അറിയാം? നമ്മളിപ്പോ പുറത്തെങ്ങനെ കാണുന്നുണ്ടല്ലേ, ഏതെങ്കിലും ആരെങ്കിലൊക്കെ പോകുമ്പോ ഇവിടെ കജ്ജാട്ടിയാണ് ഒന്നെങ്കിൽ ആർത്തിട്ടൊക്കെ ഇങ്ങനെ പോകും. ആളൊന്നും കാണൂല. ഇങ്ങനെ നോക്കുമ്പോ ഓല് പോയി വിളിച്ചു. ഞാൻ ഇങ്ങനെ കജ്ജോട്ട് ആർക്കാട്ടോ ഈ മുളക് ആർക്കാട്ടി മുളകിനോ? ഈ മുളക് കൂട്ടത്തിന് ഞാൻ ഇങ്ങനെ കാട്ടും. അല്ല അപ്പൊ ഞാൻ ഉള്ളു കാട്ടിന് പോലെ കാണൂ. അങ്ങനെ ഇവിടുന്നൊക്കെ സൗണ്ട് മാത്രം കാണുന്നുണ്ട്, ആളെ കാണാനല്ല. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ്. ഇമ്മ നമ്മളിപ്പോ അവസാനമായിട്ട് അങ്ങോട്ട് പോയത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളന്ന് ഷീറ്റ് ഇട്ടില്ലേ, നമ്മളെ മറ്റേ പുതിയ പേരൊക്കെ ഷീറ്റ് ഇടാൻ വേണ്ടി പോയില്ലേ, അന്നാണ് നമ്മൾ അവസാനമായിട്ട് പോയാണ്ട് ഷീറ്റ് ഇട്ടുള്ളത്. പിന്നെ നമ്മള് പോയിട്ടില്ലല്ലോ. പോയിട്ടില്ല. കാട് പിടിച്ച് നടക്കണം. കാട് പിടിച്ച് കഴിഞ്ഞാല് കാടാകെ ചുറ്റിനും കാടായിക്കാരാകെ എന്താ മട്ട നമുക്ക് അറിയില്ല. പൊയ്യൊക്കെ തന്നെ അറിയുള്ളൂ. കുറച്ച് പകല് പോകുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും കത്തിയും കൈക്കോട്ടൊക്കെ കൊണ്ട് പോകേണ്ടി വരും. കാരണം എനിക്ക് തോന്നണേ ചുറ്റിനൊക്കെ അത് അവിടെയല്ലേ
ആ ആ ആ ഒരു പോയോ സൂര്യാടെ വണ്ടി അപ്പൊ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കൈക്കോട്ടും കത്തിയൊക്കെ എടുത്തോ. അത് വേണം. കാരണം എന്താ അറിയോ, അപ്പുറത്തെ എനിക്ക് തോന്നണേ ഇജ് പോയിന് അങ്ങോട്ട്. ഞാൻ പോയി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈക്കോട്ട് ഇതൊക്കെ എടുത്താണ്ട് പോവുക, ചെത്തിക്കോരുക. പിന്നെ നമ്മളെ പെരന്നല്ലേ, കൊട്ടണ്ടേ പെരണ്ടാകും പേരൻ്റെ ഉള്ളിൽ കരിയാണ്ടൊക്കെ അരിച്ചു കരിയാണ്ടൊക്കെ ശരി. ഓടൊക്കെ തലേക്ക് നോക്കണ പോയിക്കൊണ്ടിട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തായാലും അതൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ പേരല്ലേ, നമ്മളെ പേരെ നമ്മള് എത്ര കൊല്ലായി? 30-35 40-45 ഇത്രയും കാലമായിട്ട് നമ്മളെ ചതിച്ചോ? ചതിച്ചിട്ടില്ല. ഇല്ല. ഒരു ഓട് വരെ വീണിട്ടും ഇമ്മ കടക്കണീന്റെ ഇമ്മ കടന്നുറങ്ങാണെന്നുണ്ടെങ്കിൽ ഇമ്മയുടെ തലന്റെ കുറച്ചപ്പുറത്തേക്ക് ഞാൻ പറയണേ നമ്മളെ സീൽക്കാക്കാക്ക് എത്ര വയസ്സായി? ഓനിക്ക് 27. 27 കൊല്ലായി ആ പെരയാക്കിട്ട്. അതിലൊരു നേരത്തെ 45 വരെ പോയത്. എട്ടില്ലാടക്കോ മനുഷ്യനല്ലേ. കഴിഞ്ഞല്ലോ ആ കക്കൂസിന്റെ അവിടുന്ന് ഒരു ഓട് വീണിട്ട് ഇങ്ങനെ ചോര ചെയ്ത് തല വിട്ടിട്ട് ഇഞ്ചത് കക്കൂസല്ലേ കഴിച്ച പേരല്ലല്ലോ. അല്ല ഞാൻ പറയണതല്ല, അങ്ങോട്ട് പോണെന്നുണ്ടെങ്കിലേ അവിടെ ചോറുണ്ടാക്കണേ, ഇവിടുന്ന് ഇതാക്കണ്ട. നമുക്ക് അവിടെ എത്തിയിട്ട് പോണേക്ക് എന്തെങ്കിലും മീൻ എന്തെങ്കിലും വാങ്ങിയിട്ട് അങ്ങനെ ആയിക്കോട്ടെ. പാത്രം കൊണ്ടുപോകും. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് എന്നോടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പായി പുതപ്പ് പായി പുതപ്പ് തണുക്കണി കാര്യങ്ങളൊക്കെ എടുത്തോളി. ആയിക്കോട്ടെ. ഉമ്മ എന്താണ്ട് ഒരു കാര്യം ചെയ്തില്ല, അടുക്കളയിൽ നിന്ന് അരി സാധനങ്ങളും പാത്രങ്ങളൊക്കെ എടുത്തു. ഉമ്മ തുണി അതായത് ഡ്രസ്സുകൾ ഇത് തന്നെ മതി, അനക്കൊക്കെ ഇത് മതിയില്ലേ, ആ സാധനങ്ങൾ മതി. പിന്നെ അമ്മമാർക്ക് വേണ്ടിയില്ലേ കട്ടിലും നേട്ടാന്ന് കട്ടിലും നേരിട്ടില്ല. നിങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്താണ്ട് വന്നോളി. എന്നാ ശരി, പാക്കിങ് തുടങ്ങിക്കോളി. എന്നാ അനക്കെന്താ പറയല്ലേ നമ്മളെ തറവാടിനെ കുറിച്ചിട്ട്? വളരെ നല്ലൊരു ഇതാണ് അത് എന്ന് പറയുമ്പോൾ. അവിടെ എന്ന് പറയുമ്പോൾ അതായത് നമുക്കിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൈഫൈ ഉണ്ടാവില്ല. പക്ഷെ വൈഫൈ നമുക്കൊരു പ്രശ്നമല്ല, കാരണം അവിടെ ഏത് സിമ്മിനും ഫുൾ റേഞ്ച് ആണ്. അപ്പോൾ വൈഫൈൻ്റെ അവിടെ ആവശ്യമില്ല, നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. അത് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കഴിച്ച് നമ്മൾ ഇന്ന് അവിടെ കടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. എന്നാ പാ സാധനങ്ങൾ എടുക്കാം. നമുക്കേ ആ ഫാനൊന്ന് കാണിച്ചു കൊടുക്കാം ഗൈസ്. ഇവിടെയാണ് നമ്മളെ ആ ഫാന് കിടക്കുന്നത്. ഇതിൻ്റെ ഒച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടില ഒച്ചയാണ്. ഏതാണ് ഈ ഫാൻ്റെ സ്വിച്ച്? ഇപ്പോൾ വരും കേട്ടോ, കണ്ടോണ്ടി. ഇതൊന്നാമത് എന്താ അറിയോ, ഈ അടച്ചിട്ട റൂമായോണ്ടേ ഒറ്റ മിനിറ്റ് ഞാൻ ആ കോളൊന്നും എടുക്കട്ടെ. ഇതൊന്നും കണ്ടില്ലേ, മറ്റേ അർജന്റ് കോളാണ് ഗൈസ്. അതെ ഗൈസ്, ഉമ്മ അരി എടുത്തോ? ഇനി എന്തൊക്കെ സാധനങ്ങൾ എടുക്കാല്ലേ? മസാലകളും സാധനങ്ങളൊക്കെ എടുത്തോളി. അതേപോലെ കലതാണോ? ഒരു കലം അത് മതിയാവല്ലേ? പാത്രങ്ങള് ഒറ്റ ദിവസത്തിനല്ലേ, അതുകൊണ്ടാവുമ്പോ പിന്നെ വേറെ ഇതൊന്നും മാണ്ടിയല്ല. എന്താ ഇമ്മ എന്തായി? അർജന്റ് കോൾ. ഹലോ. അപ്പോൾ ഗൈസ് നമ്മൾ എന്തൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ വേറെ പ്രശ്നമുണ്ട്. നമ്മൾ അവിടുത്തെ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടക്കാണ്ട് വെച്ചുണ്ടാക്കാൻ വേണ്ടി പോലെയാണ് ഞാനും ചെക്കന്മാരും. അപ്പോൾ ആകെ നായ്ക്കോലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് പണിയുണ്ട്. ചൂല് വേണം കേട്ടോ, ചൂല് മസ്റ്റാണ്. കാരണം ചൂലൊക്കെ ഉണ്ടെങ്കിൽ അടച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ മെയിനായിട്ട് ഒരു ബൾബ് അവിടെ ഉണ്ട്, വലിയ ബൾബ്. ഇവിടുന്ന് ആ ഒരു 2 ബൾബ് പോരെ, 2 വലിയ ബൾബ് മതി. കാരണം ഹാളിൽ എല്ലാവരും പാടെ നമ്മൾ കിടക്കാനാണ് നമ്മളെ പ്ലാന്. എന്താകുന്നൊന്നും അറിയില്ല ഗൈസ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മഴ പെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പിന്നെ മഴക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മഴക്കാലം പറഞ്ഞാൽ ചെറിയ മഴക്കാലമാണ് ഗൈസ്. പണ്ട് എന്ന് പറഞ്ഞാൽ വമ്പം വലിയ മഴക്കാലമാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മക്കുള്ള കുഴപ്പമില്ലാത്ത മറ്റേ കോട്ടയം ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ, വള്ളം കയറിയിട്ട് ആകെ സീനായിന്. മറിഞ്ഞതിനൊക്കെ ആകെ സീനാണ്. പക്ഷെ ആളപകടം ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ കുറവാണ്. ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഉമ്മമ്മയുടെ പാക്ക് ചെയ്യാൻ മതി. മടക്കിയൊക്കെല്ലാണ് ഗൈസ്. ഞാനേ പുറപ്പ് എടുക്കണം. പുതപ്പ് പിന്നെ ബെഡ് തന്നെ, ചെറിയ ബെഡ്. ഈ ഒരു ബെഡും ഒരു തണുക്കണി. ഈ ഇതെന്താ അത് വേണ്ട. അല്ല ഇത് കുഴപ്പമില്ല, ഇത് ഉണ്ടായിക്കോട്ടല്ലേ. നമ്മളെന്തായാലും 3 ആൾക്കാരുണ്ടല്ലേ, നമ്മളെന്തായാലും ഗൈസ് ആളാക്കിനെ കിടക്കാൻ തീരുമാനിച്ചില്ല. എങ്ങനെ കൊണ്ടാകുവോ? ഇല്ല നമ്മള് ഗൈസ്. പിന്നെ നമ്മളെ ബൈക്കുമ്മേട്ട പോണേ. ഇതെല്ലാം കൂടി കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഓവറായിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബൈക്കുമ്പോ തന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ മടക്കിക്കളി. അനക്കെന്തെങ്കിലും എടുക്കാണ്ടോ? ഇല്ലല്ലോ. ഫോണ് ചാർജറും കാര്യങ്ങളും മാത്രമേ നമുക്ക് എടുക്കാണ്ടേ. എന്ത് മാമ എടുത്തോളി. പോവല്ലേ, നമ്മള് പോവല്ലേ. ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുക്കാണ്ടോ? പച്ചക്കറി
പയവർഗ്ഗ സാധനങ്ങൾ ഇത് കൂട്ടാൻ നമ്മള് വാങ്ങൂലേ 2 കുപ്പി വെള്ളം എടുത്തേക്കണ്. ആ അവിടെ ഫ്രിഡ്ജില്ലല്ലേ കുട്ടികളെ ഇത് കെട്ടണം. പിന്നെ അത് അല്ല അത് കുഴപ്പമില്ല, നമുക്ക് മുമ്പിൽ ഇങ്ങനെ വെച്ചാൽ അതായത് വണ്ടി ഓട്ടുമ്പോൾ ഇല്ല മടിയിൽ ഇങ്ങനെ വെച്ചാൽ മതി. ലൈറ്റ് കെട്ടണം. ലൈറ്റ് ഏതൊക്കെ ഊരുണ്ട് എന്നാ വരും അമ്മ. ആ നിൽക്കട്ടോ, നിക്ക് ഞാൻ വരാം. അപ്പൊ ആയി എടുത്തോളിട്ടോ, മറക്കല്ലേ. മണ്ട തെറുക്കല്ലേ നീ പൊതപ്പോ മതിയോ? പൂച്ചാക്കിലെ ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ടില്ലേ? ഇവിടെ നോട്ടെ. അല്ല ഓലും പെരാണ്ടിട്ട് കുറേ ആയല്ലോ. നമ്മളെ കേസ് നോക്കിയാ മറ്റേ പൂച്ചേനെ ഇവിടെ കിടക്കണേ. ഇവനെ ഒന്നാലെടുത്ത് വേറൊരു പൂച്ച വന്ന് കടിച്ചിട്ട് വാലുമൊക്കെ മുറിയായിന്. കണ്ടോ ഇവിടെ വാലുമൊക്കെ മുറിയായിന്. എന്നിട്ട് ചെക്കനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ വെച്ച് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ആൾ ക്ലിയർ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഓക്കെ ആയിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ അമ്മ? എന്നാ നമ്മളെ കരി എവിടെ? കരിനെ കണ്ടിട്ട് 2-3 ദിവസമായിട്ടോ. ഇവിടെ ഉണ്ടോ? കഴിയാ എന്നാ പറ്റി സാധനം എടുത്തോളി. സാധനങ്ങളൊക്കെ എടുത്തോ? ഇതാണ് വെക്കട്ടെ. ആ പോരി, അടുത്ത് പോരി. നമ്മൾ ഇൻ്റെ വണ്ടി ഇവിടെ കേട്ടോ. ഇൻ്റെ വണ്ടി ചെറുതായിട്ടൊരു പണി കിട്ടി. അപ്പം ഞാൻ കൂട്ടുകാരൻ്റെ വണ്ടി വാങ്ങിക്കൊണ്ടിരിക്കുക. ഇത് നമ്മളെ കിച്ചുവിൻ്റെ വണ്ടി കേട്ടോ. കിച്ചുവിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും. നമ്മൾ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിൽ വ്ളോഗിലുണ്ടായിന്. ഇതൊന്ന് കെട്ടേണ്ടി വരൂലേ? അത് വേണ്ടി കൈ പിടിച്ചോണ്ട് കുഴപ്പമില്ല. എന്നാ ഇറങ്ങിക്കോളി. ഇമ്മച്ചാ കൈക്കോട്ട് എടുത്തോട്ടോ. കൈക്കോട്ടും അതേപോലെ കത്തി എടുത്തോളി. കൈക്കോട്ട് ഇവിടെ ഉണ്ട്. കോഴിക്കളൊക്കെ കൂട്ടിലല്ലേ? ആ വിട്ടിട്ടില്ല. ഉച്ച കഴിഞ്ഞിട്ടാ വിടല്ലോ അവരെ. ഉച്ച കഴിഞ്ഞിട്ടാ വിടല്ലോ. തീറ്റ കയ്യിൽ വെച്ച് കൊടുത്തില്ല. ഞാനേ ഒരു സഞ്ചിയായിട്ട് വരുന്നുണ്ട്. എവിടെടാ? എവിടെ? ആ അവിടെ ഇതാ ഒരുണ്ട് ഗൈസ്. നമ്മളെ ചെക്കന്മാരാക്കണ്. അവിടെ ഒരു നീട്ടിയൊരു ടാറ്റ കൊടുത്താ സൂം ചെയ്യാൻ വയ്ക്കില്ലേ? ആഹാ ഫേസ് എല്ലായിടത്തും കണ്ടു. ക്ലാസ് ഇല്ലടാന്ന്. സ്കൂളിൽ പോയിട്ടില്ലേ? പോയാ? ആ പരീക്ഷ അല്ലേ? പ്രാർത്ഥിക്ക ജയിച്ചേട്ടോ. ഓക്കെ നമ്മൾ ഗൈസ് നമുക്ക് എന്തറിയോ മെയിനായിട്ടുള്ളൊരു സന്തോഷം പറയുന്നത് ഈ കൂടെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മറ്റേ ടാറ്റ വരുന്ന കേസൊക്കെ പറഞ്ഞില്ലേ, അതും പിന്നെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ എവിടെ കണ്ടു കഴിഞ്ഞാലും വണ്ടി ഒന്ന് വർത്താനം പറയും കേട്ടോ. അത് നല്ലൊരു ഇതാ. എന്നാ ഗൈസ് ഞങ്ങൾ ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങാൻ വണ്ടി നോക്കട്ടെ. ഞങ്ങൾ നോക്കണേ. ആകെ ഈ 2 ചാക്കല്ലുള്ളൂ ഗൈസ്. നമ്മളിവിടെ പെരൻ്റെ താഴെത്തിട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നോക്കിയാ വയ്യൊക്കെ നമ്മളെ വയ്യിൻ്റെ അവസ്ഥയാണിത്. ഇപ്പം ബ്ലീച്ചിങ് പൗഡർ നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ബ്ലീച്ചിങ് പൗഡർ ഇതൊന്നും ഇടാത്തതുകൊണ്ട് ഇങ്ങനെയാണ് വണ്ടി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ താഴത്തേക്ക് എത്തും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കാട്ടിക്കൂടെ വണ്ടി വരണോട്ടെ. വണ്ടി ഇവിടെ താഴെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് കാട്ടിക്കൂടെ അല്ല ഈ കൂടെ തന്നെ നടക്കാൻ പോയിക്കും. ആണോ? എന്നാ ഇറങ്ങിക്കണി. നടന്നു പോയിട്ട് പൊളിഞ്ഞാലേ അല്ല ഈ കൂടെ പോയിക്കോളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാ തോട്ടത്തിൽ പോയിക്കോളൂ. തോട്ടൊക്കെ ആ കാട് വളർന്ന് തിരികെ നടന്നോളൂ. ഇത്രയും കാലം ഒരു തൈ കുത്തിരിക്കല്ലേ. എന്താടാ വർത്താനം? സുഖം? ബഹുമാനം ഉണ്ട് കൈസ് നാട്ടുകാർക്കൊക്കെ. അല്ല കാല് കണ്ടിട്ട് എനിക്കൊരു വൗക്കണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പ്രോ റൈഡർമാരാണ് ഗൈസ് ഞങ്ങളെ നാട്ടിലത്തെ. കാണാൻ വേണ്ടിട്ട് വരികയാണ്. ആ അടി ഓ ഓണത്തിന്റെ ടൈമാണ് ഉണ്ട് ഗൈസ്. ചെക്കന്മാര് എടാ എവിടെയാണോ പരിപാടി? പിന്നെന്തിനാ പെരിയിലിടാനോ? നല്ല പരിപാടിയാ. ഇമ്മ എന്താ അവസ്ഥ? ഇല്ല പതുക്കെ കയറാ. ആണോ? നീട്ടി നടന്നോളി. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കേറിനോടത്തൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താ പറയുക, അത് നടവയ്യാണ്. കാരണം അപ്പുറത്ത് പെരക്കാരുണ്ട്, ഓല് പോയിട്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടുള്ള ആ പോസ്റ്റ് ഇട്ടുള്ള ഭാഗമല്ലേ ഇതുവരെ നടക്കാത്ത ഏരിയയാണ്. പിടിച്ചാ അർജന്റ് കോളാ. കസ്റ്റമർ കെയർ ആക്കിയില്ല നേരത്തെ പറഞ്ഞ വായിക്കില്ലേ? അല്ല ഗൈസ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങളെ പിന്നാലെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണെന്ന്. ആമസോണിന്നാണല്ലോ. ഹലോ നിങ്ങളെവിടെ ഇപ്പോ? ആ നേരെയാണ് വരി ചീത്തല്ലി റോഡിന്. ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ ഉണ്ട്, റോഡിലുണ്ട്. ആ ഓക്കെ.
അപ്പൊ നമുക്ക് ആ സാധനം പാടാണ്ട് വാങ്ങിയിട്ട് കണ്ട് നേരെ കയറാം. അല്ല എന്റെ കേസ് എന്ത് ചെയ്യാ? കഴിച്ച് നമ്മൾ മീൻ വാങ്ങാൻ വിചാരിച്ചിട്ട് മീൻ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഒരു ഉച്ച ആയതുകൊണ്ടാണ് കിട്ടാത്തതായിരുന്നു. ഇനി നമുക്ക് വൈകുന്നേരേ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ എന്തൊക്കെയാ പച്ചക്കറികളുണ്ടല്ലോ, ആ പച്ചക്കറി കൂട്ടിയിട്ട് ഉച്ചക്കുള്ളതാണ് കഴിച്ചാൽ. ഇനിയിപ്പോൾ രാത്രി ഉണ്ടല്ലോ, രാത്രിക്കൊക്കെ കഴിച്ച് നമുക്ക് മീൻ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുത്ത് തുടങ്ങാം. ഇതാണ് ഗൈസ് പോലെ നമ്മളെ പുതിയ ആൾക്കാരല്ല ഇപ്പോൾ പോലെ കൂട്ടിരിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സെറ്റായി ഇവര് താമസം തുടങ്ങിട്ടോ. നമ്മളെ വണ്ടി നിങ്ങൾക്ക് അറിയാം, നമ്മളെ വണ്ടി ഇതാ ഗൈസ് ഇവിടെ ഇറക്കിയതാണ്. ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മളെ സ്കൂട്ടി ഉണ്ടായ ടൈം വെക്കണ് ഓലെ കാർ പോർച്ചിൻ്റെ ഉള്ളിലെ ഗൈസ് നമ്മൾ നിർത്തിയതാണ്, ഒരു കുഴപ്പമില്ല. ഇനി പിന്നെ വേറെ ഗൈസ് നമ്മളോട് ഒരു ചോദിച്ചിനി, അതായത് ഓല് ആദ്യം നിന്ന് പെരേണിട്ട് അതായി കിടക്കണത് അത് ഓല് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് പറഞ്ഞിന്. അതായത് നമ്മൾ മാറണുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിന്. അതാകുമ്പോൾ സുഖമാണ്. ആ ഇനിയിപ്പോൾ അഥവാ പെരപ്പണിയൊക്കെ നടക്കുകയാണെങ്കിലേ നമുക്ക് വേറെ നിവർത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ലൊരു ഏരിയയാണ്. ഇവരെ തറവാടാണത്. ഉണ്ടല്ലോ അവിടെ എത്തിട്ടോ. കയറി നല്ല കിതപ്പുണ്ടാവും. കാരണം ഗൈസ് കുറേ നാളായി ഇവര് കയറിയിട്ട്. മമ്മ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അവ പോണേ. ആട് കണ്ടിട്ട് എന്താണ് അവസ്ഥ? അവിടെ സ്റ്റെപ്പ് ഇട്ട് നിന്നിക്കണ്, ദീർഘശ്വാസം വലിച്ചാണ്. ജമ്മു പറഞ്ഞാണ്ട് പോകുന്നുണ്ടാവും. നമുക്ക് എന്തായാലും വണ്ടി ആയിരുന്നു മോൾക്ക്. ഇയാളെ കാണാനല്ലേ, ഇയാളാണ് വന്നു കഴിഞ്ഞാൽ നേരെ കയറി പോവാനി. മഴ അടുത്ത മഴ പെയിനിന് മുമ്പ് നമുക്ക് കയറി പോകണം. എന്താ സാധനം എന്താ? ഞാൻ 2 ദിവസം മുമ്പ് ഒന്ന് ഇറങ്ങിപ്പോന്നതാ. അതിന്റെ കൺട്രോള് പോയില്ലേ കുറച്ച് റബ്ബേ. ബ്രേക്കും ഇല്ല, കാലും കൊണ്ട് ചുരുതിയിട്ട് വണ്ടി നിൽക്കണമില്ല. ലാസ്റ്റ് എന്താ നമ്മൾ ഈ ഏരിയ ഉണ്ടല്ലോ, ഈ കാട്ടിക്കാണ് കയറി വണ്ടിയാണ് നിന്നു. തോന്നുന്നു അയാളാണ് വരുന്നത് തോന്നുന്നുണ്ട്. ആ അയാൾ തന്നെ. ഇയാളല്ല ഇപ്പൊ ഞാൻ അവിടെ കണ്ട്. ഇയാൾക്ക് അപ്പുറത്ത് തന്നുവിടാനിയോ? ഞങ്ങൾ വരുന്ന വഴിക്കുണ്ടായിനി. എന്താ അപ്പൊ നിങ്ങൾ ഇന്നെ അവിടെ നിന്ന് കണ്ടില്ലേ, അപ്പൊ തന്നുവിടാനിയോ? ആണോ? ഇല്ല, ഞങ്ങൾക്ക് തോന്നുന്നു മറ്റേ ഐപ്പാടുമൊക്കെ ഉള്ള സാധനമാണ്. അതിന് പേയ്മെന്റ് ചെയ്തീനോ? ഇല്ലല്ലേ? ചെയ്തോ അതിന്റെ പേയ്മെന്റ് ഇതാണ് സാധനം. ഇതെന്താ സത്യത്തിൽ എന്താണത് സംഭവം? എന്താ എനിക്ക് തുറന്നു നോക്കണം. ഇത് ഐപ്പാടുമ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. പൈസ ഈദ് മുബാറക്. ഓണത്തിന് എന്ത് ഈദ് മുബാറക്? മീമ്മയുടെ പണി തുടങ്ങി കാണും കേട്ടോ. പെര കണ്ടപ്പോ തന്നെ കൈ സാന്തം മുട്ട് കാണും. കാരണം അമ്മാതിരി കാട് പിടിച്ച് കിടക്കുകയാണ്. വജ്ജോക്കെ നമ്മള് നാളെ ഇവിടെ അല്ലേ, ഞങ്ങള് നാളെ ഉണക്കിയ സ്ഥലമാണ് ഇവിടെ. മരുന്നൊക്കെ അടിച്ചാണ്ട് ഉണക്കിയതാണ്. ഈ ഭാഗത്തു കൂടെ ഒക്കെ ഉണ്ടോ, ഈ ഭാഗത്തു കൂടെ ഒക്കെ മരുന്നടിച്ചാണ് ഉണക്കിയതാണ്. ഒക്കെ പിന്നെയും വലുതായിക്കണ്. കൊഞ്ഞാടാതെ പോയിക്കോട്ടോ, കൊഞ്ഞാടാതെ പോയിക്കോന്ന്. അപ്പൊ ഗൈസ് അത് കഴിഞ്ഞു. ഇനി വണ്ടി കയറ്റിക്കോ, ഞാൻ അതിന്റെ ബാക്കിൽ വരാം. കയറ്റിക്കോ. ബാക്കിലില്ലേ ജി? ഞങ്ങളെ വരാം. എടാ മത്തമ്പള്ളി ഉണ്ടായിക്കണോ പേരമ്മേ? അല്ല, ആ അങ്ങേ വാറ്റത്തെ കാവുത്തുംപള്ളി ആണോ? അല്ല എങ്ങനെയുണ്ട് നമ്മളെ പെര? അങ്ങോട്ടൊന്നും പോയി നോക്കിയില്ല. ഇവിടെ ആകെ ഒരു കാടല്ല, അത് എന്താ പറയാ, നമ്മളാ വെട്ടം വെളിച്ചെല്ലോടത്തുനിന്ന് വന്നിട്ടേ ഇവിടെ ആയിട്ടേ ആകെ ഒരു ഇരുളിച്ച കൈസ്. പക്ഷെ പച്ചപ്പ് കൂടുതലാട്ടോ, നല്ല പച്ചപ്പുണ്ട്, ഓക്സിജൻ നല്ലതാ. താമസമില്ലെങ്കിൽ ഇതല്ല, ഇതിപ്പോ ഞാൻ ഇടക്കിടക്ക് വന്ന് നോക്കലുണ്ട്. അതുകൊണ്ട് ഉള്ളൊന്നും വല്ലാതെ. അതാ ആ വലിയ അതിലെ പോയതാണ് മോൾക്ക്. നമ്മൾ കൊണ്ടാക്കി കാര്യമില്ല. അതല്ല, ബാക്ക് കാരണം എന്താ പറയുക ഗൈസ്, ഈ ഭാഗം ഒന്നും ഇടിഞ്ഞ് പൊളിഞ്ഞാടൂല 100% ഉറപ്പാണ്. ബാക്ക് ഭാഗം എന്താ അറിയോ, ആകെ പൊയ്ക്കണേ. അവിടുത്തെയാണ് ഇവിടുത്തെ വെള്ളം. അല്ല അത് പറ്റൂല, ഞാൻ കളയണം. അത് പറ്റൂല, നമുക്ക് മോട്ടർ അടിച്ചാം. അത് കോഴിക്കോടല്ലേ, അത് കോഴി ഫാമല്ലേ ഉണ്ടാക്കി വെച്ചിക്കണ്. അത് കോഴി ഫാം ഉണ്ടാക്കി വെച്ചിക്കണ്. ആ മാനാണ് അവിടെ പോക്കി കൊഞ്ഞാടിയല്ലേ. ഇല്ല ഇവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ ഗൈസ്. ഞാൻ പറഞ്ഞത് ഈ ഒരു സ്ഥലമാണ്. കുറച്ച് ടാസ്ക് ആണ് ഇതിങ്ങനെ ഒന്നുകൂടി തൂങ്ങിയടാ. തൂങ്ങി ഒന്നുപാടെ ജസ്റ്റ് തൂങ്ങി. എന്താ ഒടിഞ്ഞു വീകാത്ത അറിയോ? കമ്പിയാണേ, കൗക്കോലേ. മറ്റേ അത് മാത്രമുള്ള കൗക്കോല് കമ്പിയൊന്നല്ല,
കൗക്കോല് കമ്പിയൊന്നുമില്ല ആരും പറഞ്ഞത് പട്ടിക പിന്നെ എന്താണ് ഈ പട്ടിയും കൗക്കൂലെന്ന് പറയുന്നത് ഈ കമ്പി വരങ്ങിട്ട് ഇങ്ങനെ ഇട്ട കമ്പിയാണ് ഇങ്ങനെ ഇട്ട മരം ഇതിനടിയിൽ കൂടെ ഒരു ഗ്യാപ്പിനായിട്ട് ഒരു ചെറിയ കമ്പി പോകുന്നുണ്ടാവും അതാണ്. മമ്മ പറഞ്ഞ കമ്പി ഏതറിയോ ഇതാക്കണത് ഈ സാധനം ചെറിയൊരു ഈ കമ്പി കണ്ടോ കട്ടി പറഞ്ഞ കമ്പി ആ കനം കുറഞ്ഞ ആ കമ്പി അതിന് തന്നെ എത്ര 6000 7000 രൂപ പിന്നെ വേറെ പൊളിച്ച് മേയാൻ വേണ്ടിയിട്ട് വായൊക്കെ പോയല്ലോ പൊളിഞ്ഞാടില്ലേ നമ്മളെ അടുപ്പ് നാളെ കേറിക്കൂടി ചെറുക്കപ്പ് ഇറങ്ങി തരും ഒന്നുമില്ല ബാത്റൂമോ അതെന്താ പോയി വെക്കണം കാട് കരിയെ ചള്ളിയാണ് നോക്കേ ഇവിടെ ചോട്ടല്ലേ അതിനോട്ടല്ലേ നിങ്ങളെ നോക്കടാ അവസ്ഥ നോക്കട്ടെ ഇവിടെ വെള്ളം നിന്നിട്ടേ പൊളിഞ്ഞാടാ അത് നോക്കി വല്ല കോലോണ്ട് തോണ്ടിങ്ങാണ്ട് കളയണം അത് കുളിമുറിന്റെ അവസ്ഥയാണ് കേസ് ബാത്റൂം കുഴപ്പമില്ല കാരണം ഇവിടെ വരുമ്പോ ഞാൻ ഇടക്ക് ബാത്റൂം പോലുണ്ട് ആണോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് അപ്പുറം അങ്ങേപ്പുറം കുഴപ്പമില്ല അപ്പുറത്ത് എന്താ കേസ് നോക്കിയാ കാടാണ് അവിടെ ഇപ്പൊ നല്ല കാടാണ് നമ്മള് താമസം ഇല്ലാത്തോണ്ടേ നല്ല കാട് കയറി നമ്മള് വെട്ടം പൊളിച്ചടുത്ത് പോന്നപ്പോഴേ ഇവിടെ നോക്കുമ്പോ ആകെ ഇരുട്ടും കാടും അതാണ് ആ കാട് കയറിയിരിക്കണ് മറ്റേ ഇവിടെ ആളില്ലപ്പോ അരുവൊക്കെ വെട്ടുപോയി ആ എന്താ രാവിലെ തുടങ്ങും മമ്മ അല്ല പിന്നെ 4 പുറം കാണണ്ടേ നുള്ളിപ്പൊറുക്കൽ തുടങ്ങും രാവിലെ തന്നെ മമ്മ പറഞ്ഞിട്ട് എന്താ കാട്ടുന്ന ഓല് വെട്ടൂല അതിന് നമ്മളെയും വെട്ടണ്ടേ അതാണ് കൊതുക് മുട്ടിട്ട് കാണും മിക്കവാറും ഇഷ്ടംപോലെ മിക്കവാറും നമ്മളെ ഉമ്മമാരെ ഒരു പരിവാക്കും കൊതുകള് കൊതുകിരി അങ്ങനെ അല്ല നടക്കൂല ആണോ ആക്കണ് 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 ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു കൊതുക് ഞാൻ അതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് മാറിക്ക് ഇങ്ങോട്ട് ഞാനാ നിൽക്കുന്നത് ഇതിൻ്റെ അടുത്ത് എന്നിട്ട് എന്നോടാ പറയുന്നത് നല്ല കൊറേ പണിയുണ്ട് ഗൈസ് ഉള്ളിക്ക് കയറാൻ നോക്കട്ടെ മുമ്പ് കൂടെ അപ്പുറം ഇങ്ങോട്ട് വരരുത് കേട്ടോ ഉള്ളിക്കൊക്കെ ഇവിടെ ഗൈസ് ഇവിടെ പറ്റ പോയിന് പിന്നെ ഞങ്ങൾ ഞാനും മോണ്ടനും കൂടി എന്തൊക്കെ കാട്ടിയാണ്ട് ലെവലാക്കി വെച്ചതാ ഇത് കണ്ടാ പറയോ ഞങ്ങൾ വെച്ചാണെന്ന് എന്താ ഒരു എന്താ ഒരു ചൈതന്യം അല്ലേ ഇനിയിപ്പോ പേരന്റെ ഉള്ളിൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല നമുക്ക് കേറി നോക്കാം ഗൈസ് ബാ താക്കോലൊക്കെ ഗൈസ് ഇവിടെ തന്നെ വെച്ചിക്കാണ് കാരണം എന്താ അറിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴേ താക്കോല് വേണം പോകാൻ പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഇവിടെ നോക്കി കയറി പിന്നെന്താ അറിയോ ബൾബ് ഞാൻ ഒന്ന് ഇവിടെ കൊലയുമ്പത്തിന് ഒന്ന് കൊണ്ടുപോയിട്ടില്ല അപ്പൊ പിന്നെ കുഴപ്പമില്ല ഒന്ന് ഇട്ടോക്കാം എന്തെങ്കിലുമൊക്കെ വെളിച്ചം നോക്കിയിട്ട് നോക്കി പോകണം വെളിച്ചല്ല വെളിച്ചൊക്കെ ഉണ്ട് ബാ അല്ല അതാ ഇതെന്താ എന്താ നാനവോ വവ്വാലേ വവ്വാല് പേരൊക്കെ കൊണ്ടുവന്ന് കടിച്ച് തുപ്പിട്ടുക നല്ല സൗകര്യം അത് കുഴപ്പമില്ല ആൾതാമസം ഇല്ലാത്തോണ്ടേ വവ്വാലി ഇവിടെ കയറി വവ്വാലിന്റെ പേരാക്കി അതിപ്പോ വവ്വാലിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കാര്യം ഒരാളല്ലെങ്കിൽ അല്ല ഒരു ബൾബും പാടുണ്ടല്ലോ അമ്മ ഒരു ബൾബും പാടെടുത്തിക്കണല്ലോ അവിടെ ഒരാളല്ലെങ്കിൽ ഒരാൾ താമസക്കാരി നമ്മൾ പോകാൻ നിൽക്കുക ഇത് എന്ത് പേര് വവ്വാല് ഒരാൾക്കാർ വാവല് എന്നൊക്കെ പറയും വവ്വാല് ഇത് നമുക്ക് അടുക്കളയിലിടല്ലേ റൂമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ആകെ ഉള്ളത് മറ്റേ മഴ വരുന്നോണ്ട് ചോറിനോണ്ട് 5 റൂം നോക്കാം പിന്നെയുള്ള ടോർച്ച് വേണ്ട ലൈറ്റ് ഉണ്ട് ഇങ്ങോട്ട് വരി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഞാൻ പറഞ്ഞ പ്രശ്നം എന്താ പറയുക അടുക്കളയാണ് മെയിൻ പ്രശ്നം അടുക്കള അങ്ങോട്ട് ആകണ്ട് കോലം കെട്ടിക്കണേ ആ സ്വിച്ച് ഇട്ടടാ വിളിച്ചാൽ നോക്കിയടാ ആ ഓക്കെ സെറ്റാണ് ഇതാണ് നമ്മൾ അടുക്കളന്റെ കോലം എടാ അവിടെ ഒരു ബൾബാണ് അതിലെ എന്നാലും നോക്കാച്ചി ഇവിടെ ആകെ ഞാൻ കരുതിയാണ് ഇവിടെ ആകെ വെള്ളമൊക്കെ ആയി ചോറിന് ഒലിച്ച് കിടക്കുകയാണെന്ന് കൊറേയൊക്കെ ഇതുണ്ടല്ലോ എന്താ മുട്ടത്തോടോ ഇവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ ഇനി നമ്മൾ വെയിറ്റ് ആക്കി നിൽക്കണില്ല ഉമ്മാൻ്റെ മമ്മ പരിപാടി ഈ അടുക്കള ഒന്ന് നീറ്റാക്കി എടുക്കുക അടുക്കളയെ നീറ്റാക്കിയിട്ട് നിങ്ങൾക്ക് വെച്ചുണ്ടാക്കേണ്ട സംഭവങ്ങൾ എടുക്കുക ഞാനും അവനും അപ്പോൾ ഇതിനും ഈ റൂമിൻ്റെ ഉള്ളത്തെ കഴിച്ച് കുറച്ച് കച്ചറകളുണ്ട് ഈ കച്ചറയും പിന്നെ ഈ പുറത്തത്തെ കുറച്ച് കാടുകളും ഉണ്ട് അതൊക്കെ ഒന്ന് വെട്ടി തളിച്ചാൽ മതി നോക്കട്ടെ അതല്ലേ ഞാൻ പറഞ്ഞത് മറ്റേതാണ് എന്ത് ആ ഗൈസ് അങ്ങോട്ട് നോക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പച്ചലി പാമ്പ് നിൽക്കണ വായിക്കണേ അമ്മമ്മ വടി എടുത്ത് ഗൈസ് കുത്താൻ നിൽക്കുന്നുണ്ട് ഓ ഇഷ്ടം പോലെ സത്യടാ കണ്ടു കഴിഞ്ഞാൽ പച്ചലി പാമ്പ് ഇല്ലട്ടോ എനിക്ക് തോന്നണ ഇപ്പോഴാണ് ഒന്ന് പാടെ
ഇതിന്റെ മുകളിലൊക്കെ ഒന്ന് വൃത്തി ചെയ്തോണ്ടിട്ടുണ്ട്. നമ്മള് നിന്ന ടൈം നല്ല മാറാലുണ്ടായി. ഇപ്പൊ ഫുള്ള് മാറാലാണ് ഞാൻ ഇത് കെട്ടിയില്ലേനോ, നെറ്റ് കെട്ടിയില്ലേ, അതുകൊണ്ട് പ്രശ്നം. ആ നെറ്റ് കെട്ടിയോണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അല്ലാതെ മാറാലൊന്നുമില്ല. എന്റെ റൂം എന്തേ, എന്റെ പെയിന്റ് ഒക്കെ പോയോ? എന്റെ റൂം അതേപോലെ തന്നെ ഉണ്ട്. നേരെ ഞാൻ നമുക്ക് നോക്കിയില്ല കേട്ടോ. പെയിന്റ് അടിച്ചാ നിക്കാണ് നമ്മൾ ഇവിടുന്ന് പോകാൻ. എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. പേടിപ്പിച്ചല്ലേ മനുഷ്യനെ. എന്താണ് നമുക്ക് രാത്രി ഗൈസ് ഓജോ ബോർഡ് ഉണ്ട് ഇവിടെ. ഓജോ ബോർഡ് കളിക്കപ്പ ഇന്നത്തെ രാത്രി നമ്മള് എന്ത് എന്ത് കളിച്ചോ? ആ കളിച്ചുട്ടോ. എന്നാടാ ബാ അമ്മ അടുക്കളത്തെ പണിയെടുത്തളി കേട്ടോ. ചോറും കൂട്ടാനാണ്. കൂട്ടാന് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിച്ച് നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. അതായത് എന്നാ തുടങ്ങല്ലേ. വാ അത് ഈ പാൻ്റെ നയിച്ചില്ല. ഉമ്മമാരാണ് നിന്നേ ആ മൈക്ക വാങ്ങിക്കാം, അല്ലെങ്കിൽ ഉമ്മ അവിടെ ഇവിടെയും പോയിട്ട് ഒച്ചയും വിളിയാക്കും. ചൂലുകൂടി കണ്ണ് നമ്മള് ഇവിടെ കണ്ടില്ലേ വലിയ പണി കൊടുക്കണില്ല. ഒന്നായിട്ട് ചെത്തിക്കൊല്ലൊന്നും നടക്കൂല. ഇജ് ബേക്കണം വൈകി തയ്ക്കളാ. എൻ്റെ പ്ലാൻ എങ്ങനെയാ അറിയാം, നമ്മളെ മനസ്സിലിരിപ്പാണ് കേട്ടോ ഗൈസ്. അതായത് നമുക്കിപ്പോൾ അവിടെ പഞ്ചായത്ത് വരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ തറവാട് നമ്മൾ ഉപേക്ഷിക്കണില്ല. ഈ തറവാട് നോടൊക്കെ ഒന്ന് മേഞ്ഞിട്ട് ഒരു കമ്പി ആക്കി എടുത്തിട്ട് സെറ്റപ്പ് ആക്കാം. അതേപോലെ അല്ലേ ഇതുപോലെ ഗൈസ് അത് ഫുള്ള് കമ്പിയാണ്, ഒരു കമ്പി ആക്കിയാണ്. അതേപോലെ നമുക്ക് കമ്പി ആക്കി എടുക്കാം. പിന്നെയെന്ന് പറയാനാണെങ്കിൽ ഒന്ന് മാതിച്ചണം. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ വയ്യ എടുത്തിക്കണല്ലോ. ഇത് കൂടെ വണ്ടി കയറ്റിയിട്ട്, അതായത് JCB എന്തെങ്കിലും കയറ്റിയിട്ട് ഇങ്ങോട്ട് വാ. നമുക്കിവിടെ 13 സെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുന്നലങ്ങൾ കാണുന്നത് കണ്ടോ. ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റെപ്പ്, ഇവിടെ ഒരു സ്റ്റെപ്പായില്ലേ. അതായത് അതാണ് നമ്മളെ ശരിക്കുള്ള നിലം വരുന്നത്. ഇത് ഇവിടെ ഇങ്ങോട്ടൊരു വേറെ ഒരു തട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തട്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതെ അതൊക്കെ പാട് നിരത്തിയിട്ട്, കാരണം മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെരപ്പണി ഇപ്പം ഞാൻ അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ അടുക്കളൻ്റെ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് മണ്ണ് വേണം. അപ്പോൾ മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ മണ്ണ് അങ്ങോട്ട് കൊണ്ടുപോയി ഇടാം. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് ഉണ്ടാകും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ വയ്യ നിരത്താനൊക്കെ മണ്ണുണ്ട്. കാരണം ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് മറ്റേ ചേറ്റ് മണ്ണല്ല, പാറയാണ്. അതായത് പാറപ്പൊടിയുമായിട്ട് ഒരു പാറൻ്റെ പൊട്ടും പൊടികളാണ്, ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ആ മണ്ണൊക്കെ നമ്മളെ വയ്യിലിട്ട് നമുക്ക് വയ്യ നിരത്താം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് മണ്ണെടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ പുല്ലെന്തോ പറിച്ചാനാ തോന്നുന്നുണ്ട്. അവിടെ ചൂലുണ്ടാവില്ല, അത് ഉറപ്പാ. തേങ്ങ ഇഷ്ടം പോലെ ഇടാനായിക്കണ്. കൊക്കോ കാപ്പി ഒക്കെ കൊക്കോ കാപ്പി ഉണ്ടായിക്കണോടാ. പക്ഷെ പച്ചെന്നുള്ളൂ, കണ്ടില്ലേ ഇവിടെ പച്ച ഉണ്ടായിക്കണുണ്ട്. ഇവിടെ അടിയിലൊക്കെ പച്ച. അത് അതാണേ, അത് എല്ലാ ഇല എനിക്ക് കാണില്ലേ നോക്കിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. പിന്നെ കഴിച്ച് എല്ലാവരും നമ്മളെ കുറ്റം പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഈ എന്താ പറയുക വയസ്സായ വല്യമാനെ കൊണ്ട് ഇങ്ങനെ വീഡിയോസ് എടുപ്പിച്ചിന്. അതായത് ഞങ്ങൾ ഓരോ കോമഡി റീലുകൾ ഓരോ കോമഡി റീലുകൾ ചെയ്യലുണ്ട്. നമ്മളെ പണ്ട് തൊട്ടേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം. ഇതിപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സുകളായിക്കാണ് ചിലപ്പോൾ പറയണത്. ചിലപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സുകൾ പോലും ആവില്ല ചിലപ്പോൾ ഇത് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് പണ്ട് തൊട്ടേ അറിയാം, നമ്മൾ പണ്ട് തൊട്ടേ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എടുത്ത വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മമാനെ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ ഓരോ ക്യാരക്ടറാണ്, അതല്ലാതെ നമ്മളെ ജീവിതമല്ല. ഈ റീല് എന്ന് പറയുന്നത് നമ്മളെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കുറ്റം പറഞ്ഞോളി. അതായത് വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ കുറ്റം പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം അത് നമ്മളെ ഡെയിലി നടക്കുന്ന ജീവിതമാണ്. പക്ഷേ ഈ റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നാടകം ഉണ്ടാവില്ലേ, നമ്മൾ നാടകം കളിച്ചൂലേ. നാടകത്തിലിപ്പോൾ ഞാനിപ്പോൾ നാടകത്തിൽ എനിക്ക് ഗാന്ധിജിയാണെന്നുണ്ടെങ്കിൽ ഞാൻ തല മൊട്ടടിച്ചൂലേ, അതേപോലെയാണ്. ഇപ്പോൾ മറ്റേ റീൽസിൽ ഉമ്മമാൻ്റെ കോലം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതാണ് എന്ത്, ഒരു ഹിന്ദു ആണ്, ഹിന്ദുവിൻ്റെ ക്യാരക്ടറാണ് കൂട്ടിക്കോ. അപ്പോൾ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഇമ്മമ്മ ചിലപ്പോൾ പൊട്ട് തൊട്ടു എന്ന് വരും. കാരണം അതെന്താ പറയുക, അത് ഓരോ ക്യാരക്ടറാണ്. അത് നിങ്ങൾ ആ ഒരു രീതിക്ക് ഇടുക്കി അല്ലേ. എനിക്കും അതിനെ പറ്റി എന്താ പറയാനുള്ളത്, അതിനല്ലേ പറയാനുള്ളത്.
പിന്നെ എന്ന് പറഞ്ഞാൽ ഗൈസ് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഞാൻ ഉമ്മാനോടും ഉമ്മമാനോടും ബഹുമാനം ഇല്ലാതെയാണ് വർത്തമാനം പറയുന്നത്, ഫുഡ് കഴിക്കുമ്പോൾ കുറ്റം പറയുന്നുണ്ടെന്ന്. അപ്പോൾ ഗൈസ് ഞാൻ ആ ഫുഡ് കഴിക്കുമ്പോഴുള്ള കുറ്റം പറച്ചിൽ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. അത് എനിക്കും തോന്നി ഗൈസ്, കാരണം അതാണ് നമുക്ക് നല്ലതെന്ന്. കാരണം ഞാൻ ഇനി ചോറിട്ടൂല ഭർത്താവ് ഞാൻ ഈ കമൻ്റ് ഒന്നും കാണായല്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ചെവി കൂടെ കേട്ടിട്ട് ഇത് കൂടെ വിടലാണ്. കാരണം ഞാൻ പണ്ടേ അങ്ങനെ തന്നെയാണ്. പിന്നെ തോന്നി കല്യാണം കഴിച്ച് പെണ്ണുങ്ങൾ വരുമ്പോഴല്ലേ, ഇന്നലെ പെണ്ണുങ്ങൾ കഴിച്ച് നല്ല ഉപദേശം തന്നിക്കണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്. അല്ല ഞാൻ കുറ്റല്ല പറയണത്, ഞാൻ പറയണത് എന്താ അറിയോ, ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കണത് എന്താ അറിയോ, ഈ ഒരു വട്ടം ഇങ്ങനെ പറഞ്ഞ അപ്പോൾ ഇജിപ്പം ഞാൻ അപ്പോൾ ഇജിപ്പം എനിക്ക് അടിപൊളി ഒരു ഫുഡ് ഉണ്ടാക്കി തന്നു. ഞാൻ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതെടാ അതിന് മറ്റേതില്ല, മറ്റേത് കുറവുണ്ട് പറഞ്ഞു. അപ്പോൾ അപ്പോൾ അടുത്ത പ്രാവശ്യം ക്ലിയർ ആക്കും. അതാണ് ഞാൻ എൻ്റെ മൈൻഡിൽ പറയുന്നത്. പക്ഷേ കേൾക്കുന്ന ആൾക്ക് അത് എന്താ പറയാ, ഈ ചേങ്ങ ഈ തുറന്ന കുറ്റാൻ പറയുന്നത് അങ്ങനെയാണ് തോന്നുന്നത്. കുറ്റം പറഞ്ഞാൽ എന്താ പറയുക, അടുത്ത പ്രാവശ്യം കുറച്ച് ഉപ്പ് കൂടുതലിടുക, എനിക്ക് മാത്രം. ബെസ്റ്റ് ഐഡിയ കണ്ടിട്ട് ഇവിടെ ഇരുന്നാ പോരാ, ആ അടുക്കള ഒന്ന് ക്ലീൻ ആക്കണം. അതിന് പോക തന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ കേൾക്കാൻ വേണ്ടി ഇറങ്ങിയല്ലേ. തേങ്ങ തേങ്ങ ഞാൻ കാട്ടിലുണ്ടാവും, ഈ മുറ്റത്ത് ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ ഇടാന് കഴിഞ്ഞ പ്രാവശ്യം ആ ചേർന്ന് നമ്മളിവിടെ ഇല്ലേനല്ലോ ഇടാന്. ഇപ്പൊ ഈ മഴ നനഞ്ഞില്ലേ, തോർച്ചല്ലേ പോന്നുകൊണ്ട് ഇടിച്ചണം. ഓ ഇതൊക്കെ മറ്റേ തൂവാണ്. എന്താ ഇതിനകത്ത് പേര്? തുകണ്ടല്ല, തുക ചോറി ചോറിനൊക്കെ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേമ്പിന്റെ ഇലന്റെ ഒരു വലിപ്പം നോക്കി, നമ്മളീകാട്ടിലും സൈസാണ് കേട്ടോ ഓരോ ചേമ്പിന്റെ ഇലക്ക്. ഇത് മറ്റേ ഹോളിവുഡിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇമാതിരി സൈസുള്ള ഇത് ചേമ്പിന്റെ ഇല ആള്. അതുപോലെ മനസ്സിലായോ? കഴിഞ്ഞ കൊല്ലം കളിച്ചിട്ടില്ല. പിന്നെ അരക്കല്ലിന്റെ അവിടെയാണ്. അല്ല നമ്മളിവിടെ ഇവിടുന്നാണ് പോയപ്പോ പന്നിക്കുമ്പാടെ ചേമ്പ് വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ചേമ്പ് വെക്കാൻ ഞാനതിന് ചുറ്റും നിറച്ചും ചാക്ക് കെട്ടിക്കാണ്ട് ഓലൊക്കെ കെട്ടിയതാക്കി പോയൊക്കെ. അല്ല വറകില്ല, നമുക്ക് വറകിന് കഴിച്ച് നമുക്ക് ഒരു ക്ഷാമല്ല. നിങ്ങൾ ആ കെട്ടിക്കിടക്കണ ഇത് കണ്ടോ, ആ ഷീറ്റിട്ട് മറച്ചിക്കണോ, അത് ഫുള്ള് കഴിച്ച് ഓരോ തടിക്കെട്ട് മരങ്ങളാണ് കിടക്കണത്. മരം ഒന്നല്ല, ചെറിയ മരക്കാണ്. എന്ത് മരം? ചെറിയ അല്ല, ഞാൻ ഒരു ഇതില് പറഞ്ഞതാണ്. ഓളം, അതായത് അത്യാവശ്യം തണ്ടും തടിയില്ല മരം തന്നെയല്ലേ, കൊമ്പാള തന്നെയല്ലേ. അത്യാവശ്യം വെട്ടി മുറിച്ചണം, കജ്ജോണ്ട് പിടിച്ചാൽ കിട്ടൂല, കത്തിയോണ്ട് വെട്ടണം. ഇനി കഴിച്ച് നമ്മൾ തറവാട്ടിക്ക് വരുമ്പോണ്ടല്ലോ നമ്മളെ വയ്യ ഇതാവൂല കേട്ടോ. നമ്മളെ വയ്യ നമ്മൾ കാറ് കയറുന്ന വയ്യാക്കിയിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കും. ഇനി അമ്മ നമ്മളവിടെ വാടക പേരിൽ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ വരില്ലേ, അപ്പോൾ റിട്ടേൺ വരുമ്പോൾ നമ്മളെ വണ്ടിയും കൊണ്ടേക്കാരം ഇങ്ങോട്ട് റിട്ടേൺ വരിക. ആ അതാണ് കേസ്. ഇപ്പോൾ കുറേ ആയി നമ്മൾ വർത്താനം പറയുന്നത്, പണി ഇതുവരെ അനങ്ങിയിട്ടില്ല. അപ്പോൾ പണി അനങ്ങിയിട്ടില്ല. കഴിഞ്ഞിട്ടാണ് വെള്ളം കൊണ്ടുവരാൻ കാറ്റുന്നത്. അല്ല വെള്ളം മോട്ടർ ഇട്ടാൽ മതി. കുറച്ചു നേരം ആ മോട്ടറിന്റെ വെള്ളേ ഇത് നമ്മൾ എടുക്കാതെ വെച്ച കിണറല്ലേ ഗൈസ്. അപ്പോൾ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വെള്ളം കൊണ്ട് പിടിച്ച് വെച്ചാൽ മതി. ഫുഡ് ഉണ്ടായിക്കോളി, പൈച്ചുണ്ട്. ഒരു സമാധാനം ഇട്ടോ ഗൈസ്. അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളെ തൊള്ളക്ക് ഒരു റെസ്റ്റ് നമ്മൾ കൊടുക്കണില്ല, വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാ ചീവിന്റെ സൗണ്ട് ഇത്തിരി ഉള്ളൂ, മറ്റേടുത്തത് എന്താണ് മറ്റേ എന്നാ ഇതെന്താ കാട്ടാ, ഇതാ ഞാൻ ആലോചിക്കണേ. ആകെ കാടായില്ലേ അപ്പുറത്തെ അവസ്ഥ. കുറച്ച് മെനക്കേടുണ്ട് ഗൈസ്, അത്യാവശ്യത്തിന് മെനക്കേടുണ്ട്. ഫുള്ളൊന്നും ആക്കണ്ട. കാരണം എന്താ അറിയോ, ഇനി നമ്മളിങ്ങനെ റിട്ടേൺ വരാൻ എങ്ങനെയായാലും ഒരു 3-4 മാസം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും പിന്നെയും കാടാവും, നമ്മൾ പിന്നെയും വൃത്തിയാക്കേണ്ടി വരും. ഇപ്പം എന്താ പറയുക, നമ്മളിങ്ങനെ വന്ന രീതിക്ക് ഒന്ന് ഇത് ചെയ്യണത് നല്ലതല്ല വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതാക്കണത്. ഞാൻ പോയിട്ട് മമ്മാൻ്റെ അവസ്ഥ നോക്കട്ടെ. എന്തായി പുറക്കിയൊക്കെ നടന്നുകൊടുക്കണുള്ളൂ. ക്ലീനിങ് ആണ് ഗൈസ്, കിച്ചൺ ക്ലീൻ ആക്കണം എന്നൊരു അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നില്ല മമ്മ? ബുദ്ധിമുട്ടാണ്. എടുത്തെറിഞ്ഞ് പോയതല്ലേ, അപ്പൊ ഇതൊന്നും കാട്ടാതെ എങ്ങനെ ഇപ്പൊ ഇവിടെ വെച്ചിരുന്ന മാറാലിയും ചെണ്ടി അതും ഇതൊക്കെ അല്ലേ, അത് എന്തുകളും ചാടും തിന്നണീല്. സത്യം. അപ്പൊ അത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇതിനുള്ളില്? ഇതിലൊന്നും കാണാനല്ല, കുറെ ചോർച്ച മാത്രമാണ് അല്ലേ അമ്മ? നോക്കി പണിയെടുത്തോളിട്ടോ. ഉച്ചക്കത്തെ ചോറിനെ നമ്മളെപ്പോഴാ തിന്നാവോ?
അങ്ങനെ ഗൈസ് നമ്മളെ തറവാട്ടത്തെ അടുപ്പ് പുകഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ പുകയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ആൾതാമസമുള്ള പെരമായിക്കും നമ്മൾ ആദ്യം എങ്ങനെ നിന്നത് അതേപോലെ തന്നെ ആക്കിയെടുത്തിക്കണം കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിപ്പോൾ ഇനി രാത്രി ഇപ്പോൾ ഇത് കൂടെ പോകുമ്പോഴേ ഇവിടെ ആകെ കാടാണ്. കാട് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് കടന്നിക്കാണ്. ഇപ്പോൾ രാത്രി പോകുമ്പോൾ വല്ല പാമ്പിൻ്റെ കടി കൊണ്ടിട്ട് ഒന്നും ആവണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ ഫുള്ളൊന്ന് സെറ്റപ്പ് ആക്കിയെടുത്തു. നമുക്ക് ഗൈസ് ആകെ കുഴങ്ങിക്കണേ. എന്താ പണിയെടുത്ത്? എന്താ പണി വെച്ചാൽ കുറച്ചൊക്കെ ചെയ്തു. ഒന്നുമില്ല. അതാണ് ഗൈസ്. അപ്പോൾ ഉമ്മമാൻ്റെ പണി. ഉമ്മ ഒന്നും ചെയ്യാതിരിക്കണേ നല്ലത്. ഉമ്മ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മ ചെയ്തതാണ് ഗൈസ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കണത്. കണ്ടില്ലേ? ഇതാ ആ തുഗ്ഗൻ്റെ ഇലയിൽ കൂടെ ബോധവും വിവരമില്ല ആരെങ്കിലും ആയിക്കൂടെ ഇറങ്ങിപ്പോവോ? അയിമക്കൂടെ പച്ചക്കാലുമ്മേ കയ്യും കൊണ്ട് ആ തുഗ്ഗൻ്റെ ഇല പോയി മാന്തിക്കണേ. എനിക്കറിയില്ല ഗൈസ്, ചൊറിച്ചിലില്ല. ഞാൻ അന്തം വിട്ട് നിൽക്കണേ. കാരണം അത് ചൊറിയും അടിച്ചു പിടിച്ച് തരിക. നമ്മൾ പറഞ്ഞില്ലേ, എനിക്ക് തോന്നണം അതാക്കിയാ ചിലപ്പോൾ ഇനി ചൊറിഞ്ഞ് കണ്ട് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ പറഞ്ഞതാണ് ആ തൊക്കിൻ്റെ ഇടയിൽ കൂടെ പോകണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞുതരാം. ഉമ്മമാക്ക് ഒരു മനസുഖം കിട്ടണം ഗൈസ്. ഒരു പൊത്ത് കണ്ട അതിൽ കൈയിട്ട് ആ സാധനത്തിന് നോണ്ടി നോക്കണം, കടിച്ചൂലേ എന്നുള്ളത്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അങ്ങോട്ട് ഉറക്കാൻ പറ്റില്ല. ഞാൻ അതിനെ തൊട്ടില്ലല്ലോ. നമ്മൾ പോയിട്ട് കുറച്ചായില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് കയറാൻ പറ്റും. ആകെ കാടുമ്പോണ്ടി അപ്പൊ എന്തൊക്കെയാ. അല്ല ഇപ്പൊ എന്താ മട്ടം? ഇപ്പൊ ഒരു ഇടം തിരക്കല്ലേ, ഞാൻ അവിടെയും കൂടി ഒക്കെ ശരിയാക്കി. നമ്മളിതാ ഈ ഒരു ഏരിയ ഫുള്ള് നീറ്റാക്കി എടുത്തു. ഇനി വെക്കണ കഴിച്ച് ഇവിടെ ഉണ്ട്. ഇത് കാടല്ല കേട്ടോ, ഇത് നമ്മളെ തുളസിൻ്റെ ഇലയാണ്. അത് ഉമ്മ പെരീക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോഴിക്കൊക്കെ വെള്ളം തിളപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്ത് വെച്ചിക്കണേ. നമുക്ക് വെള്ളം തിളപ്പിച്ചാനല്ല, കോഴിക്കൊക്കെ. പിന്നെ ഇതാ ഈ ഒരു വാമ്പാറുണ്ട്. അതിപ്പോൾ എന്താ അറിയോ, ഇപ്പം നമ്മളെ അടുപ്പത്തെ രീതി, അടുപ്പ് എന്തായി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ബാ വിരി. അടുക്കളപ്പണികളൊക്കെ എന്തായി നോക്കട്ടെ. അടുക്കളപ്പണിയും ഹാളും. പിന്നെ കഴിച്ചാൽ നമ്മൾ ഹാളൊന്നും കാട്ടിയില്ല കേട്ടോ. കാരണം ഹാള് പറഞ്ഞാൽ തുടക്കണം. അപ്പം ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല, നമ്മൾക്ക് ആള് തുടക്കണം. കാരണം നമ്മൾ ഇവിടെ കടക്കാനുള്ളതാണ്. അപ്പം തുടച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കടക്കാൻ. ബാക്കിയുള്ള റൂമൊക്കെ അടിച്ച് തോത്തിയിട്ടില്ല, അടിച്ച് അതൊക്കെ തോത്തിക്കൊണ്ടിരിക്കണ്ടല്ലോ. പടച്ച റബ്ബേ, പണിയെടുക്കണം. ആത്മാർത്ഥത നിറക്കൂടം. പണിയെടുക്കണം, കൂലിയൊന്നുമില്ല, പിന്നെന്താ. അല്ല പണിയെടുത്തോട്ടെ നമ്മളിഞ്ഞ് വെറുതെ. പിന്നെ കഴിച്ച് നമ്മളെ അടുക്കളൻ്റെ അവസ്ഥ എന്ന് പറയാനാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മളെ ചോറ് തിളച്ചിക്കണ്. പക്ഷേ എങ്കിൽ കൂട്ടാനില്ല. കൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മമ്മ പറഞ്ഞു കാന്താരി ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാന്ന്. എന്നാ അമ്മ പോയി കാന്താരി പറിച്ചടി. പിന്നെ കൂട്ടാൻ കഴിച്ച് നമ്മൾ എന്തോ പറഞ്ഞു, തക്കാളി എന്താ പറഞ്ഞു അമ്മ? തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കണേ. നമ്മൾ ഉച്ചക്ക് വല്ല ലളിതമായ ഭക്ഷണം, രാത്രി നമ്മൾ മീൻ അല്ലേ. അപ്പം അതാണ് നമ്മളെ പരിപാടി. ഞാനും അനു എന്നാ പോയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്നപ്പോൾ എനിക്ക് എന്ത് ഫീലാണ് കിട്ടണേ? നമ്മളെ പണ്ടത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഗൈസ്. കാരണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെ. അപ്പോൾ നമ്മളെ പണ്ട് ഇതിലൊന്നും നമ്മൾ വ്ളോഗ് എടുക്കല്ലേ, കുക്കിംഗ് വ്ളോഗ് മറ്റേ മറിച്ചൊക്കെ. ആ ഒരു ഏകദേശം ഒരു ഫീലായി വരുന്നുണ്ട്. വീടേ അതെ, കുഴക്കം വരാണ്. നല്ല പണി എടുത്തോളൂ. കാരണം നല്ല പണി ഉണ്ടായി കേട്ടോ. ഞങ്ങൾ എന്തായാലും ഞാൻ ചെന്നിട്ട് സാധനങ്ങൾ വാങ്ങി വരട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ പെരറ്റൊന്ന് പോയതാണ്. അതായത് കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുക്കാൻ മറന്നു. അതായത് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ പായ് എടുത്തിട്ടില്ല. മെയിനായിട്ട് നമുക്ക് കടന്നുറങ്ങാൻ പായ് എടുക്കേണ്ടത്. പായ് ഗൈസ് ഇമ്മമ്മ എടുത്തില്ല, അത് മറന്നു. അതേപോലെ തന്നെ പ്ലേറ്റ് എടുക്കാൻ ഒരാളോട് ഞാൻ പറഞ്ഞില്ലേ, ആ പ്ലേറ്റ് മറന്നു. അല്ല നിങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങളിപ്പോൾ കൊണ്ടു നിൽക്കണേ. അപ്പോൾ ഗൈസ് പ്ലേറ്റ് മറന്നു. ഇപ്പോൾ ഇവര് എവിടുന്നാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, എവിടുന്നാണ് ഈ വരുന്നത്? അപ്പോൾ ഗൈസ് ഞങ്ങൾ പറഞ്ഞപ്പത്തിന് രണ്ടാളും അവിടെ തിണ്ടുമ്പോൾ ഇങ്ങനെ ഇരുന്ന് അപ്പൊ ഗൈസ് അവിടെ നിന്ന് ഒരു വർത്താനം പറയുന്നുണ്ടായിന്. നമ്മളെ ഫുഡും കറികളൊക്കെ എന്തായി എല്ലായോ? ആ വരുന്നത് ഞങ്ങളെ കുടുംബാണ് കേട്ടോ. എന്താ വരുന്നത്? ബാടി ബാടാ ചെങ്ങായി. ആ വരുന്ന പീക്കിരികളാണ്. എടാ വാടാ. ഒളിച്ച് നടന്ന് കേറി വരുന്നുള്ളൂ. അത് ഉമ്മമാന്റെ അമ്മമാന്റെ വലിയ കാക്കയാണ് ഗൈസ്. അത് പിന്നെ ആ അനിയന്റെ മകന്റെ 2 പൊട്ടിത്തെറിച്ച വിത്തുകളാണ് ആ ബാക്കിൽ വരുന്നത്. ഒരിക്കൊന്നും പല്ലില്ലാത്തതിന്റെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോലെ പൊട്ടിത്തെറിപ്പിന്റെ ഊക്കൊണ്ടാണ് ആ പല്ലൊക്കെ പോയത് അല്ലേ. വാ അതിന്റെ തെളിവ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. എടാ ഇവിടെ വാ. അങ്ങനെ ഗൈസ് ഓല് വന്നതും കണ്ടു പോണതും കണ്ടു. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂപ്പരാൻ്റെ ഫോണിൻ്റെ നെറ്റ്വർക്ക് കിട്ടണില്ല. അപ്പോൾ അത് കാട്ടാൻ വേണ്ടി വന്നതാണ്. അത് ഗൈസ് ഇമ്മമാൻ്റെ അനിയനാണ്. അപ്പോൾ എന്നാ അമ്മമ്മ ചോറുന്നാൻ തുടങ്ങിയാലോ?
കഴിച്ചിട്ട് ഉപ്പാട് അവിടെ പാത്രം കിടക്കി പാത്രം മാറി തന്നില്ലേ ഇല്ലേ വണ്ടിയിലേക്ക് പാത്രം വണ്ടിയില്ല എന്നാ വാ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു കൊടുക്കി വാ വരി ഗൈസ് ഇതാണ് നമ്മളെ കാന്താരി മുളക് അപ്പൊ കാന്താരി അരക്കുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പൊ അരച്ചിട്ടില്ലേ അരച്ചിക്കണോ ഓ ഗൈസ് ഇത് നോക്കൂ ഇതാണ് നമ്മളെ കാന്താരി മുളക് ഇടാനൊന്നും പാത്രമില്ല കേട്ടോ അപ്പൊ അതിലിട്ട് തോണ്ടി തിന്നാ മതി വെള്ളം ഉണ്ടോ അതാണ് അറിയേണ്ടത് കുടിച്ചാൽ ഞാൻ ആവാനോട് പോകുമ്പോ ഓലെ കിണറ്റിന് രസം മുക്കി പോരാ അല്ല ഇത് മറ്റേ മോട്ടർ ഇട്ടാ മതിയല്ലോ ഗൈസ് ഇതാണ് നമ്മളെ തക്കാളി കൂട്ടാൻ ആയോ നയിക്കണെന്നുണ്ടെങ്കിൽ വളമ്പിക്കോ കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റിന്റെ ഒന്നും നമ്മൾ നോക്കണില്ല എന്തായാലും നമ്മൾ തിന്നും എന്തായാലും ഇതാണ് എന്താണ് ടൈം എത്രയെന്ന് കൂടി പറഞ്ഞു കൊടുക്കേ ടൈം എത്രയാവാനാ ടൈം ഏകദേശം കഴിഞ്ഞു ഗൈസ് ടൈം ഇപ്പൊ എത്രയായാലും വേണ്ടില്ല ബരി അങ്ങോട്ട് കൊണ്ടേക്കാം പായി കൊണ്ടിരി എന്നിട്ട് അവിടെ ഇരുന്നുകാട് അങ്ങോട്ട് ഇരുന്നുകാട് വളമ്പി എടുത്തുന്ന ഞാൻ അങ്ങനെ ഇടുന്നുണ്ടല്ലേ അത് എടുക്കട്ടെ പ്ലേറ്റ് എടുക്കട്ടെ ഒളിമ്പിക്കോ പാത്രം നമുക്കേ ഇതൊക്കെ അങ്ങോട്ട് കൊലയുമ്പോ കൊണ്ടുപോകല്ലേ അവിടെ പായി ഇരിച്ചിട്ട് അങ്ങനെ ആക്കണോ അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇതാക്കാം പാത്രം എടുക്കുക ആ കല അങ്ങനെ തന്നെ എടുത്തണം പാത്രം അടിയല്ലേ ഇതാ ഈ വെള്ളമൊക്കെ പായൊക്കെ ഇവിടെ ഉണ്ട് പായൊക്കെ ഇവിടെ കൊണ്ടുവന്നുണ്ട് പായി വിരിച്ചു ഞാൻ അപ്പം ആയി ഇവിടെ ഇരിക്കല്ലോ കടക്കലും ഇവിടെ തന്നെ കേട്ടോ ആ കടക്കാനും പായി കട്ടിലൊന്നുമില്ല അപ്പൊ കളിയാക്കാതെ അവിടെ ഇരുന്നോ പടിഞ്ഞിരിക്കാൻ വയ്ക്കൂല മമ്മ ഞാൻ കാല് കിട്ടിയിരുന്നോളെ കുഴപ്പമില്ല ഇരുന്നാ മതി എന്നാ ഇരുന്നോളി ഇനി നീച്ചണ്ടല്ലോ ഉമ്മ വരി ആ കൂട്ടാടുത്താണ്ട് വന്നോളി അങ്ങോട്ട് ഇരുന്നോ ഒക്കെ ലിക്മെന്റ് ഇല്ലാത്ത ആൾക്കാരാ ഒരാണ് ഈ നിലത്ത് ഇരിക്കാനും നിക്കണേ അതെ അതെ നമ്മളോടാ കളി ലിക്മെന്റ് നമ്മളെ ഉള്ളിക്കൂട്ടാനാക്കണ അവിടെ തെളിങ്ങി കുത്തിരിക്കണ് ഉള്ളി പ്ലസ് തക്കാളി പിന്നെ ഇതാക്കണേ നമ്മളെ ചമ്മന്തി അമ്മമാൻ്റെ ഇട്ടാ ഇത് ചമ്മന്തി അങ്ങനെയൊന്നുമില്ലടാ അല്ല മെയിനായിട്ട് ഇവിടെ ഇത് കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയാൽ ഉമ്മമ്മയാണ് കാരണം ഉമ്മമാക്ക് വേറെ ഒന്നുമില്ലാന്നുണ്ടെങ്കിലും ഉമ്മമാക്ക് കാന്താരി ചമ്മന്തി ഭയങ്കര അത് ഇഷ്ടമാണ് രസമാണ് പണ്ട് മുതലേ കൂട്ടി ശീലമായിക്കൊണ്ടാണ് തോന്നുന്നില്ലേ പാത്രം നിൽക്കുക അതൊരു രസമാണെടാ അതെ അതെ രസം തന്നെയാണ് ആ പുകഞ്ഞ് തിന്നുമ്പോ ചോറ് നമ്മളെ രാത്രിക്ക് കൂടി ഇല്ല ഉണ്ടാക്കിക്കാൻ കേട്ടോ ഉള്ളിക്കൂട്ടാനും സമ്മന്തി മോട്ട അടിപൊളി ഉള്ളിക്കൂട്ടാനോ ഉള്ളിക്കൂട്ടാൻ അടിപൊളിയോ ആ ഉള്ളിക്കൂട്ടാൻ അടിപൊളി തന്നെയാണല്ലോ അതിനേക്കായി ജോഡിയിലാണ് കാന്താരി കാന്താരി സമ്മന്തി കേസ് ഇതിനൊക്കൂടെ ഏത് ഇറച്ചി മീനോ അല്ലേ സത്യമാ ഉള്ളിക്കൂട്ടാനൊക്കെ നല്ല രസം നല്ല രസമുണ്ട് കാന്താരി സമ്മന്തി കൂട്ടിയെ തിന്നോക്കാം കോഴിക്കറി മാറ്റി വെക്കും ഞാൻ കണ്ടില്ലേ വടിച്ചു വരി എടുത്തു ആ പാത്രം കാട്ടി കൊടുത്ത ഉള്ളിക്കൂട്ടാൻ ഉള്ളിക്കൂട്ടാൻ്റെ രസം കൊണ്ട് ആകെ പൈപ്പിന്റെ ഊക്കൊണ്ടും കൂട്ടാൻ്റെ രസം കൊണ്ടും തിന്നു നല്ല തീർത്തു പെട്ടെന്ന് തീർന്നു സമ്മന്തി കുറച്ചുകൂടി കാന്താരി അതിനേക്കായി രസം നമ്മൊന്നും വിടാതെ കഴിച്ചു നമുക്കുള്ള ചോറാണ് കേട്ടത് അതായത് ഇനിയിപ്പോ രാത്രിക്കുള്ള ചോറാ ചോറുണ്ട് ഇനി എന്തേലും കറി ഉണ്ടാക്കിയാൽ മതി നമുക്ക് ബാക്കി കാണാം.